ഡോക്ടർ ടി ഗീനാകുമാരിയെ സ്ഥാനത്ത് നിന്ന് സർക്കാർ നീക്കിയിരിക്കുകയാണ്. അടിയന്തരമായിട്ടുള്ള നടപടിയാണ് ഡോക്ടർ ടി ഗീനാകുമാരിക്കെതിരെ സർക്കാർ എടുത്തിരിക്കുന്നത്. നിയമവകുപ്പ് സെക്രട്ടറി KG സനൽകുമാറാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഒരു മാസത്തെ നോട്ടീസിന് പകരമായി ഒരു മാസത്തെ ശമ്പളം നൽകിയാണ് സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത്. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ AR ഷാജിക്കാണ് പകരം ചുമതല. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിയായ ഹരീഷ് കുമാറിനെ തിരുവനന്തപുരം ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന് വിരുദ്ധമായി പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ടെന്നാണ് പ്രോസിക്യൂട്ടറായ ടി ഗീനാകുമാരി വാദിച്ചത്. ഇതുതന്നെയാണ് ജാമ്യത്തിന് ഇടയാക്കിയതും. ഡോക്ടർ ടി ഗീനാകുമാരി തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായി തുടരുകയാണെങ്കിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള ED ആക്രമിച്ചിട്ടുള്ള എല്ലാ പ്രതികളും തുടരെ പുറത്തിറങ്ങുമെന്നുള്ള ആശങ്ക കൊണ്ട് തന്നെയാണ് അതിവേഗം ഇപ്പോൾ സർക്കാർ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇത് വിവാദമായതോടെയാണ് സർക്കാർ കർശന നടപടിയെടുത്തിരിക്കുന്നത്. 2023 ഒക്ടോബറിൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായി പിണറായി സർക്കാർ നിയമിച്ച ഗീനാകുമാരിക്ക് 2026 ഒക്ടോബർ വരെ കാലാവധിയുണ്ട്. പക്ഷേ കാലാവധി തീരാൻ മാസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം വരികയും ഒരു ED ആക്രമിച്ചിട്ടുള്ള ഒരു നേതാവിനെ ജാമ്യം കിട്ടുകയും ചെയ്തതോടെ സർക്കാർ അടിയന്തര നടപടിയെടുത്തിരിക്കുന്നത്. പകരം തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാറാണ് ഇനി ED ആക്രമണ കേസിൽ സർക്കാരിന്റെ വജ്രായുധമാവുക. മുതിർന്ന ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ തന്റെ സുദീർഘമായ നിയമജീവിതത്തിൽ നിരവധി പ്രമാദമായ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2011-15 കാലയളവിൽ അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ ഗവൺമെന്റ് പ്ലീഡറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തെ നടുക്കിയ കല്ലുവാതുക്കൽ വ്യാജമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ചെറിയ തുറയിലുണ്ടായ സംഘർഷത്തെയും പോലീസ് വെടിവയ്പ്പിനെയും തുടർന്നുള്ള പ്രമാദമായ കേസിന്റെ നടത്തിപ്പിലും അദ്ദേഹം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നു. എന്തിനേറെ ഉമ്മൻചാണ്ടി, നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് വേണ്ടി കോടതികളിൽ നിരവധി തവണ ഹാജരാകുകയും കേസുകൾ വിജയകരമായി കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനമുള്ള വലിയ കേസുകളിൽ നിയമ പോരാട്ടം നടത്തി പരിചയമുള്ള ഒരു നിയമപുലിയായിട്ടാണ് അദ്ദേഹം പ്രൊഫഷണൽ രംഗത്ത് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു നിയമപുലിയെ തന്നെയാണ് ഇപ്പോൾ VD സതീശൻ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. പ്രതിസന്ധികളിൽ ഒരു മാന്ത്രിക ഇടപെടൽ നടത്തുന്ന ഇതേ തന്ത്രജ്ഞതയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ED ആക്രമണ കേസിലെ അട്ടിമറി തടയാനും സന്തോഷ് കുമാറിനെ തേടിയെത്താൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഗീനാകുമാരിയെ തെറിപ്പിച്ചാണ് മുഖ്യമന്ത്രി VD സതീശൻ കോടതി അറകളിലെ ഈ പുലിയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിന്റെ വരവോടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇനി എന്തും സംഭവിക്കാം എന്ന അവസ്ഥയാണിപ്പോൾ. കേവലം ഒരു പ്രോസിക്യൂട്ടർ നിയമനത്തിനപ്പുറം വലിയ നയതന്ത്ര രാഷ്ട്രീയ പ്രാധാന്യമാണ് ഹൈക്കോടതിയിലും സെഷൻസ് കോടതിയിലും ഒരുപോലെ തിളങ്ങുന്ന സന്തോഷ് കുമാറിന്റെ നിയോഗത്തിനുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അങ്ങേയറ്റ വിശ്വസ്തനായ അഭിഭാഷകനായാണ് സന്തോഷ് കുമാർ അറിയപ്പെടുന്നത്. സോളാർ കേസിന്റെ പശ്ചാത്തലത്തിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ച കോളിളക്കം സൃഷ്ടിച്ച ആരോപണങ്ങളിൽ VSനെതിരെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കോടതിയിൽ നിയമ പോരാട്ടം നയിച്ചതും മാനനഷ്ട കേസ് ഫയൽ ചെയ്തതും ഇതേ സന്തോഷ് കുമാറായിരുന്നു. ഭരണകൂടത്തിന് തലവേദനയാകുന്ന വൻ ക്രിമിനൽ കേസുകൾ വരുമ്പോൾ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ കരിയർ റെക്കോർഡാണ് സന്തോഷ് കുമാറിനുള്ളത്. 2011-15 UDF കാലയളവിൽ തിരുവനന്തപുരം ജില്ലാ ഗവൺമെന്റ് പ്ലീഡറായിരുന്ന അദ്ദേഹം കേരളത്തെ നടുക്കിയ കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം, അതുപോലെ തന്നെ ക്രമസമാധാന നിലയെ ഉലച്ച ചെറിയതുറ വെടിവയ്പ് തുടങ്ങിയ അതീവ ഗുരുതരമായ കേസുകളിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി തിളങ്ങിയിട്ടുണ്ട്. വലിയ വമ്പൻ സ്രാവുകളെയൊക്കെ തന്നെ കോടതി അറകളിൽ വരിഞ്ഞു മുറുക്കാൻ കെൽപ്പുള്ള ഈ ക്രിമിനൽ അഭിഭാഷകൻ കസേരയിലേക്ക് എത്തുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് പ്രതിപക്ഷ നിരയിലെ പ്രമുഖരാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വസതിയിൽ പരിശോധന നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ CPM DYFI പ്രവർത്തകർ ആക്രമിക്കുകയും വാഹനം തകർക്കുകയും ചെയ്ത കേസ് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ളതാണ്.
വധശ്രമം ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തിയ കേസിൽ 9ാം പ്രതിയായ ഹരീഷ് കുമാറിനെ ജാമ്യം ലഭിക്കാൻ പ്രോസിക്യൂഷൻ തന്നെ വഴിമരുന്നിട്ടത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെന്ന പോലീസ് റിപ്പോർട്ടിനെ ഘടകവിരുദ്ധമായി പ്രതിക്ക് കസ്റ്റഡിയുടെ ആവശ്യമില്ലെന്നാണ് LDF സർക്കാരിന്റെ കാലത്ത് നിയമിക്കപ്പെട്ട ഗീനാകുമാരി കോടതിയിൽ വാദിച്ചത്. അതായത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദം. എന്താണ് ആ ബേക്കറി ജംഗ്ഷനിലെ വീടിന് മുൻപിൽ നടന്നത് എന്നുള്ളത് നമ്മൾ കേരളം മുഴുവൻ കണ്ടതാണ്. ഒരു പ്രോസിക്യൂട്ടർ സ്വന്തം അന്വേഷണ സംഘത്തെ പിന്നിൽ നിന്ന് കുത്തിയ ഈ അട്ടിമറി തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൺ ബി കൃഷ്ണ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ആഭ്യന്തരമന്ത്രിക്കും കൃത്യമായ തെളിവുകളോടെ പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. കേസ് അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു എന്ന കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മ്യൂസിയം SHO പ്രശാന്തും DGPയും ഞായറാഴ്ച അടിയന്തര ചർച്ച നടത്തിയത്. വിട്ടുവീഴ്ചയില്ലാത്ത ഈ പോലീസ് നിലപാടാണ് ഒടുവിൽ ഗീനാകുമാരിയുടെ പുറത്താക്കലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. താൽക്കാലിക ചുമതല അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ AR ഷാജിക്ക് നൽകിയിരുന്നുവെങ്കിലും കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും പ്രതിഭാഗത്തിന്റെ അട്ടിമറി നീക്കങ്ങളും ചെറുക്കാൻ സന്തോഷ് കുമാറിനെ പോലൊരു ഹെവി വെയിറ്റ് അഭിഭാഷകൻ തന്നെ വേണമെന്ന് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. മുമ്പ് ഇൻട്രോയൽ ഫർണിച്ചർ കേസിൽ മരമുറിക്കാരുടെ സങ്കീർണമായ നിയമകുരുക്കുകൾ അയച്ചതുപോലെ ED കേസിൽ പ്രോസിക്യൂഷന് പറ്റിയ പിഴവുകൾ പരിഹരിക്കാൻ സന്തോഷ് കുമാറിന്റെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പരിചയ സമ്പത്ത് സഹായിക്കുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് അതീവ ഗൗരവതരമാണെന്നും പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കൂട്ടുനിന്ന പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനെയും CPMനെയും പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്ന വജ്രായുധമായി അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. ഇതോടെ സർക്കാരിന്റെ നിയമ പോരാട്ടങ്ങൾക്ക് പുതിയ വേഗത കൈവന്നിരിക്കുകയാണ്. ഗൂഢാലോചനയും പ്രോസിക്യൂട്ടർ തലത്തിൽ ഒത്തുകളിയും നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണം നടത്താനും ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടുകൾ അട്ടിമറിക്കാൻ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ അന്വേഷണത്തിലും അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിന്റെ നിയമോപദേശങ്ങൾ നിർണായകമാകും. 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും ജാമ്യ ഹർജിയിൽ മുൻ പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ കൂടി എതിർകക്ഷിയാക്കാനുമാണ് പോലീസിന്റെ നീക്കം. തിങ്കളാഴ്ച കേസ് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുമ്പോൾ പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A സന്തോഷ് കുമാർ സർക്കാരിനായി നേരിട്ട് ഹാജരാകും. കേസിന്റെ മുഴുവൻ വിവരങ്ങളും ഞായറാഴ്ച തന്നെ അന്വേഷണ സംഘം സന്തോഷ് കുമാറിനെ കൈമാറി കഴിഞ്ഞു.